ഒന്നുമല്ല. ഇന്നലെ എന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഓൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോന്റെ അടിയിൽ എന്റെ അമ്മയെ പറ്റിയൊരു കമന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ കമന്റ് നോക്കി മനസ്സിലാവും. സുജിൻ കുഞ്ചൂസ് വളർന്ന പോലെ തന്നെ കിടോ യുവ മോളും അച്ഛനില്ലാതെ വളരണ്ടേ. ആ അമ്മയ്ക്ക് ഒന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ. വല്ലാത്തൊരു സ്ത്രീ. ഫർസാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് എന്നാണ് ആ മെസ്സേജ് ഇട്ടുള്ളത്. ഫർസാനോട് ചോദിക്കാനുള്ളത് കാര്യം എന്താണെന്നറിയോ? അതായത് നിത സതീഷ് എന്ന് പറയുന്ന അവര് കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പോസ്റ്റ് ആക്കുമ്പോൾ എല്ലാ ശരികളും അവളെ ഭാഗത്താണോ? ഞാനത് ചോദിക്കണത്. എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ യാതൊരുവിധ താല്പര്യമില്ല. എനിക്ക് ഇതിനെ മുന്നേ ഞാൻ പറഞ്ഞു വിട്ടതാണ്. എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ഒരു താല്പര്യം എനിക്കില്ല. അല്ല, ഇവൻ പറയേണ്ടത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഒരു യൂട്യൂബ് വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻസ് വരും. ഒരു 100-150 കമൻസ് വരും. നിങ്ങൾ വിചാരിച്ചോളി, അതിൽ ഒരു കമൻറ്റ് ഫർസാന, അത് ഫേക്ക് ഐഡിയാന്നല്ലതെന്ന് ആർക്കറിയാം. ആ ഫർസാന എന്നുള്ള ഒറ്റ കമൻറ്റ് കണ്ടിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരു വീഡിയോ ഇറക്കണമെങ്കിൽ ഇപ്പോൾ കണ്ടന്റിന് ക്ഷാമം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല പറഞ്ഞു എന്നുള്ളൂ, ബാക്കി പറയട്ടെ. ഞാൻ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ ശേഷം ഞാനായിട്ട് നിങ്ങളെ മുന്നിക്ക് ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനായിട്ട് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഞങ്ങളെ മുന്നിക്ക് എത്തിച്ചിട്ടില്ല. എനിക്ക് വിഷമാണ് അല്ലെങ്കിൽ എനിക്ക് ഇതാണെന്ന് എടുത്തിട്ടില്ല. ഇപ്പൊ ഓരോ വിഷമമുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഈ ആൾക്കാർ ഇപ്പൊ തന്നെ ഓരോ വീഡിയോസും ട്രോളും നമ്മൾ ഏകദേശം 4-5 മാസമായി ഓളോളം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഇത് നിങ്ങളെ മുന്നിക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൂടെ ഞാൻ എത്തിച്ചത്. ഇതുവരെ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. അതുവഴി ഇത് പറഞ്ഞിട്ട് നമ്മളെ എത്തിച്ചത്. അതിന് മുന്നേ തന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ സംഗതികൾ വെച്ചിട്ട് സുജിൻ പൊന്നൂസ് ഡിവോഴ്സ് പിരിഞ്ഞു അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നറിയോ? അത് അവള് കാരണം അവൾ ആവശ്യമില്ലാത്ത ഓരോ സ്റ്റോറി കാര്യങ്ങളും സൈഡ് ആക്കിയിട്ടും അതാക്കിയിട്ടും ഇതാക്കിയിട്ടും അവള് പോസ്റ്റ് ആക്കിയിട്ടാണ് നാട്ടുകാർ ഈ കാര്യം അറിഞ്ഞത്. നാട്ടുകാർ കാര്യം അറിയാൻ കാരണം അതാണ്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനായിട്ട് ഒരാൾക്കും ഞാനൊരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റേ ഒരു ഇതാക്കാനോ ഞാൻ വന്നിട്ടില്ല. ഈ ഇൻസ്റ്റാഗ്രാമിൽ അവളെ എന്നെ ഫോളോ ചെയ്യുന്ന കറക്റ്റ് ആൾക്കാർ എനിക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ ആ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. സുജിനോടൊരു കാര്യം പറയാണ്ട്, അനക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു. അന്ന് ഈ ഓട്ടോ ഷോ എടുക്കായിരുന്നു. അന്ന് എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അന്ന് കിട്ടേണ്ട അന്നത്തെ വരുമാനം മാത്രമേ ഉള്ളായിരുന്നു. അന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ പിന്നെ സുജിനും നീത ഇവർ രണ്ടുപേരും ചാനൽ തുടങ്ങി. മല്ലു ഫാമിലി എന്നുള്ള ചാനൽ തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓടി, കാര്യങ്ങളും കയ്യിൽ പൈസ വരൽ തുടങ്ങി, ഡോളേഴ്സ് കിട്ടൽ തുടങ്ങി, ജീവിത നിലവാരം ഉയർന്നു, പുതിയ വീട് വെച്ചു, പുതിയ വണ്ടി വാങ്ങി. ഇതൊക്കെ ആര് കാരണം? ഈ പ്രേക്ഷകർ കാരണം, യൂട്യൂബ് വീഡിയോസ് കാണുന്ന ആൾക്കാർ. അപ്പോൾ വീഡിയോ ഇടേണ്ട നമ്മളെപ്പോലുള്ള ആൾക്കാർ അടിമകളാണ്. വീഡിയോയിൽ കമൻ്റ് ഇടേണ്ട പ്രേക്ഷകരുണ്ടല്ലോ, സബ്സ്ക്രൈബേഴ്സ്, ഓരാണ് രാജാക്കന്മാർ. അപ്പോൾ ഓരറിയേണ്ട നിർബന്ധമാണ്. അനക്ക് എന്ത് സംഭവിച്ചു എന്നും നിതയും ഡൈവോഴ്സ് ആയോ എന്ന് അതറിയണം. അത് എന്തെങ്കിലും കാലത്ത് എന്തായാലും അറിയാലോ. അതിപ്പോൾ പറഞ്ഞു വെച്ചിട്ട് എന്താ പ്രശ്നം? എനിക്ക് മനസ്സിലാവണില്ല. എന്താണ് ഇതിനൊക്കെ ഒരു പ്രശ്നം എന്ന് എല്ലാവരും അറിയണ്ടേ. കാരണം ഈ ഇത്രയും സെറ്റപ്പ് ലെവലിലും പൈസ ഉണ്ടായതൊക്കെ ഈ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ് കാരണം. അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. കുറെ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, ഓൾ കുറച്ച് സെന്റിമെന്റൽ ആയിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ട് കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും കുറച്ച് കെട്ടിപ്പിടിച്ചിട്ട് കുറച്ച് കുട്ടികളെ ഇതാക്കി കളഞ്ഞാലും ശരി, ഓളെ ഭാഗത്താണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലേക്ക് എന്റെ അമ്മേനെ വലിച്ചിടണ്ട. ഞാൻ ഓളും പാടെ മറ്റേ പിരിയാന്നുള്ള രീതിക്ക് ഇതാക്കി പോവാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഓള് കുറെ ഇമോഷണൽ ആയിട്ട് കുറച്ച് സംഗതികളെല്ലാം പാടെ ഇടുമ്പോൾ ഓൾ എന്തോ വലിയ ഇതാണ് എന്ന് ആൾക്കാർക്ക് തോന്നാണ്. ഞാൻ ഓളെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. അതെന്താ അറിയോ? ഓൾ ഇതേപോലെ സെന്റിമെന്റലും കാര്യങ്ങളും സ്റ്റോറിയും ഇതൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് റീച്ച് കിട്ടും. അതങ്ങനെ വരുള്ളൂ. അത് സമൂഹത്തിന്റെ ഒരു പോക്ക് അങ്ങനെയാണ്. കാരണം പെണ്ണുങ്ങളുണ്ടെങ്കിൽ പെട്ടെന്നാണ് റീച്ച് ആവുകയാണ്. അതിന്റെ ഗുഡൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതങ്ങനെ വരുള്ളൂ. ആണുങ്ങളൊന്നും നമ്മളൊന്നും അങ്ങനെ സെന്റിമെന്റൽ ഇട്ടിട്ട് ആരും സപ്പോർട്ടായിട്ട് ഒന്നും വരില്ല. പക്ഷേ ആ നേരത്ത് ഏതെങ്കിലും പെണ്ണ് വല്ല കരഞ്ഞിട്ടോ കെട്ടിപ്പിടിച്ചിട്ടോ അല്ലെങ്കിൽ സെന്റിമെന്റലായിട്ടോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ പോലെ ഇട്ടാൽ മതി, 100,000 ലൈക്ക് അതിൻ്റെ പിന്നിൽ വരും. അതിൻ്റെ ഗുഡൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അല്ല, അറിയാത്തോട് ചോദിക്കുക. പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാരൊന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ഓളടുത്ത് പല വട്ടവും ഞാൻ വിളിച്ചു പറഞ്ഞാണ് ഈ ഇമോഷണൽ ആയിട്ട് സംഗതി ഉണ്ട്. അപ്പോൾ ഓള് പറയുന്നത് ഓൾക്ക് ഇഷ്ടമുള്ള പോലെ ഓള് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ വീഡിയോന്റെ അടിയിൽ എന്റെ അമ്മയെ പറ്റിയ കമന്റ് വന്നപ്പോൾ അത് ഓൾക്ക് ഡിലീറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. പക്ഷെ ഓളത് ഡിലീറ്റ് ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ അതിന് അതിൽ എന്റെ പെങ്ങളെ എനിക്ക് കമന്റ് കൊടുത്തിട്ടുണ്ട്, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് അറിയാതെ നിങ്ങൾ ആരും കമന്റ് ചെയ്യരുതെന്ന്. അപ്പൊ അതൊക്കെ കണ്ടിട്ടും ഓൾ അതിന്റെ ഇതാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും പറയുന്ന കാര്യം, നിങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയാതെ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. ഞാൻ ഓളേനെ മോശക്കാരിയാക്കണില്ല, തെറ്റുകാരിയാക്കണില്ല, എന്നെ ഓളും ആക്കിയിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കും കാര്യം എന്താണെന്ന് അറിയാതെ വീട്ടിലുള്ള ആൾക്കാരെ പറഞ്ഞിട്ട് ഓരോന്ന് പറയരുത്. ഇപ്പോ അതിൽ കുട്ടികളുടെ കാര്യം പറയുന്നുണ്ട്. എനിക്ക് എന്റെ കുട്ടികളെ വേണം, എനിക്ക് എന്റെ കുട്ടികളിലാണ് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, എനിക്കത് അറിയാം. പക്ഷെ നമുക്കെന്നറിയോ, സംഭവം സുജിന് അത്യാവശ്യം നല്ല രീതിയിൽ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതേപോലുള്ള ഫാമിലി കാര്യങ്ങളും പണ്ട് ഇതേപോലെ ഷിലു സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട് വന്നപ്പോൾ സിലുവിൻ്റെ അതേ പ്രശ്നം. സിലു എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റ്സ് താങ്ങാനുള്ളൊരു ഇതില്ല. അപ്പോൾ ഇപ്പോൾ 100,000 കമൻറ്റ് വന്നാലും ഒരു കമൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ പോലും അതിനെ റിയാക്ട് ചെയ്യേണ്ട ഒരാളാണ് അദ്ദേഹം.
അപ്പോൾ അതേപോലെ തന്നെ സുജിനോട് പറയാനുള്ളത് ഈ എന്തിനെ ഫാമിലി കാര്യങ്ങളൊക്കെ ഇതേപോലെ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതാക്കുമ്പോൾ ഇതേപോലെ സാധനങ്ങൾ വരും. അതിപ്പോൾ നമ്മൾ കാണേണ്ടി വരും. കാരണം നമ്മൾ അടിമകളാണ്. വീഡിയോ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ, വ്യൂവേഴ്സ്, ഓരാണ് രാജാക്കന്മാർ. എനിക്ക് എന്തും പറയാം, നെഗറ്റീവും പറയാം, പോസിറ്റീവും പറയാം. അത് നമ്മൾ കേൾക്കണ്ടേ? നമ്മളൊരു സ്ഥാപനം നടത്തില്ലേ. അപ്പോൾ ഓരെന്ത് വേണമെങ്കിലും ഇട്ടോട്ടെ, അത് നമ്മൾ നോക്കണ്ട, അത് നമ്മൾ കാണണ്ടെന്ന് വിചാരിച്ചാണ് പോയാൽ മതി. അത്രേ ഉള്ളൂ ഇതിൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ കമൻറ്റ് ഇട്ടാലും പെണ്ണുങ്ങൾ വീഡിയോസ് ഇട്ടാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് റീച്ച് കിട്ടും. അത് വേറെ കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ പറഞ്ഞു ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്കും അങ്ങനെ ഇതാക്കാനും എല്ലാ കാര്യങ്ങളും നമുക്കും അറിയാം. പക്ഷെ അറിയോ, നമ്മൾ ഇത്തിരി 5-6 കൊല്ലം ജീവിച്ച ആൾക്കാർ പെട്ടെന്ന് പിരിയാണെന്ന് നമുക്ക് ഇതാക്കുമ്പോൾ അത് നമ്മളൊരു സുപ്രഭാതത്തിൽ ഉറങ്ങി എണീക്കുമ്പോൾ എടുക്കുന്ന തീരുമാനമല്ല. അത് ഞങ്ങൾ രണ്ടാളും പാടെ പൂർണ്ണ തീരുമാനത്തോട് കൂടി എടുക്കുന്ന തീരുമാനമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഓളത് മുതലെടുക്കാൻ നോക്കുകയാണ്. സെന്റിമെന്റൽ ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഇട്ടിട്ട് ഓള് ചെയ്യുന്നത് എന്തോ ഭയങ്കര ശരിയാണെന്ന് തോന്നിയിട്ട് അതിന്റെ ഇടയിൽ എന്റെ അമ്മയെ വലിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പൊ അത് കാണുമ്പോൾ ഓൾക്ക് അതിനെ ഡിലീറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാണ്, എനിക്ക് ഇതിനെ പറ്റി പറയാൻ താല്പര്യമില്ല. ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യാനോ എന്തെങ്കിലും പറയാനോ എനിക്ക് യാതൊരു താല്പര്യവും എനിക്കില്ല. മനസ്സിലായല്ലോ? ആൾക്കാർ എനിക്കറിയാം, കണ്ടോന്റെ തള്ള ചാവുമ്പോ കൈയോട്ട് ശരിക്കും കുറെ ആൾക്കാരുണ്ടായിരിക്കും, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ പറയാണ്, ഞാൻ ഓളെടുത്ത് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ആൾക്കാരെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട. നമ്മളൊരു ന്യൂസാണ്. ആൾക്കാർക്ക് അത് ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ പോലും കൂടി നാളെ ആൾക്കാരെ ആൾക്കാരെ റിയാക്ട് ചെയ്യുന്ന എനിക്കറിയാം. അവർക്ക് കണ്ടന്റ് ആണ്. ഒരു പെൺകുട്ടി വന്നിരുന്ന് കരഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അവളെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞതാക്കാനും ഉല്ലസിച്ച് നടക്കാനും അതിനെപ്പറ്റി പോസിറ്റീവായിട്ട് കമന്റ് ഇതാക്കാനും കുറെ ആൾക്കാരുണ്ട്. മറ്റേ ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞു എന്നുള്ളത് ഇട്ടപ്പോ ഓൾക്ക് 5-8,000 ഫോളോവേഴ്സ് ഒക്കെ കയറി. ആൾക്കാരെന്താ സത്യം എന്താ അറിയാത്തത്? സുജിന അത് നേരത്തെ പറഞ്ഞില്ലേ, അതന്നെ സംഭവം. അതായത് പെണ്ണുങ്ങള് ഒരു സൈഡിൽ കരയാ, അപ്പുറത്തെ സൈഡിൽ ഒരു ആണ് കരയാ. ആർക്കാ സപ്പോർട്ട് കിട്ടുക? അത് പെണ്ണിനെ കിട്ടുള്ളൂ. അതിപ്പോൾ യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ ഏത് വലിയ പ്രമുഖ ചാനൽ ഏതെടുത്ത് നോക്കിക്കോളി, പെണ്ണുങ്ങളെ മുഖം കാണിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റീച്ച് ആവും. അത് ഇനിയിപ്പോൾ എത്ര ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആണുങ്ങൾക്ക് സപ്പോർട്ട് കിട്ടില്ല. അത് എന്താ അതിൻ്റെ ഗുട്ടൻസ് നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാവണില്ല. അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം. സത്യം മനസ്സിലാക്കാത്തതുകൊണ്ടൊന്നുമല്ല. ആൾക്കാർക്ക് ഇനിയിപ്പോൾ പെണ്ണുങ്ങളെ അടുത്താണ് തെറ്റെന്ന് പറഞ്ഞാൽ പോലും ഒരു ഐ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓളപ്പേ നിൽക്കുള്ളൂ. അത് അങ്ങനെയാണ്. അത് സിസ്റ്റം ശരിയല്ല, അത്രേ ഉള്ളൂ. അതിപ്പോൾ ഏത് ഇതിൽ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ വരുന്നുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ ശരി. സുജിന അതുകൊണ്ട് ബേജാറാവണ്ട. ഒന്നും ഇത് മൈൻഡാക്കാതെ നിന്നാൽ മതി. ഇത് മൈൻഡാക്കിയിട്ടാണ് ഈ പ്രശ്നവും കാര്യങ്ങളൊക്കെ. ഇത് മൈൻഡാക്കാതെ അതിൻ്റെ വഴിക്കാണ് പോകാമെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇത് സ്വാഭാവികമാണ്. ഏത് ചാനൽ എടുത്തു കഴിഞ്ഞാലോ, എത്ര പ്രമുഖ ചാനലായി കഴിഞ്ഞാലും ആണുങ്ങൾ മാത്രമാണ് ഒരു പരിധി. പക്ഷെ പെണ്ണുങ്ങൾ മുഖം കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റീച്ച് ആവും, അതിന് സപ്പോർട്ട് കിട്ടും, ആൾക്കാരെ എത്തുന്ന കമൻസ് വരും, ഒക്കെ വരും. മനസ്സിലായില്ല? അത് അങ്ങനെയാണോ? അങ്ങനെയാണത്. അപ്പൊ ഞാൻ പറയാണ്, എന്റെ അമ്മയെ പറ്റിയിട്ട് ഇതിനെപ്പറ്റി കമന്റ് ചെയ്യണ്ട. ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു, ഞങ്ങൾക്ക് അതിനെപ്പറ്റി മുന്നിലേക്ക് പോകാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് രണ്ടാക്കും തോന്നി. അപ്പൊ ഞങ്ങളവിടെ പിരിയാന്ന് തീരുമാനം എടുത്തു. അപ്പൊ അതിൽ കയറിയിട്ട് ആൾക്കാർ ഓരോ കമന്റ് ചെയ്യുമ്പോൾ ഓൾക്ക് അവിടെ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ അമ്മയെ പറ്റി ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, എനിക്ക് ഇതിനെപ്പറ്റി ഇനി പറയാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ടാറ്റ. എനിക്ക് ഇതിന്റെ ഇടയിൽ ഈ കമന്റ് ഒക്കെ ഓണായിട്ട് കിടക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇനി ഓൾ ഇതിനെ പറ്റി എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, എനിക്ക് ഈ ഒരു വിഷയങ്ങളെ പറ്റിയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടാനും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. അപ്പൊ ഞാൻ പറയാണ്, ഓളെ കാര്യം നോക്കി ജീവിച്ചോട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കണ്ടേ. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് ഓളെടുത്ത് പോയിട്ട് കമന്റ് ചെയ്തിട്ട് പറയും, ഇമോഷണൽ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കണ്ടെന്ന് പറയും. അത്രേ ഉള്ളൂ. ടാറ്റ. അല്ല, ഇതിൻ്റെ ഒരു ന്യായമായിട്ടുള്ള സംശയമാണ്. ഈ ഒരു കമൻറ്റ് നിതൻ്റെ വീഡിയോ, ഏതൊരു വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റാണ്. അമ്മനെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അത് ചിലപ്പോൾ 100-200 ആൾക്കാരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ സുജിനിപ്പോൾ ഇതേപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ട് ഒരു 5000 ആൾക്കാരെങ്കിലും ചുരുങ്ങിയത് കാണില്ലേ? അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഓളെ വൈക്ക് പോയിക്കോട്ടെ. പിന്നെന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ആകുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും. എന്തായാലും സുജിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സുജിൻ്റെ അടുത്താണ് ന്യായം. അത് ആണായതുകൊണ്ട് പറയല്ല. അപ്പോൾ ആരെടുത്താണ് ന്യായം, നമുക്ക് വേറെ ഒരു പ്രശ്നമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ആകുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും കാര്യങ്ങളൊക്കെ വരും. അത് നമ്മൾ കാണേണ്ടി വരും. കാരണം നമ്മൾ അടിമകളല്ലേ, ഒരാണ് രാജാക്കന്മാരെന്ന് പറഞ്ഞ പോലെ. അതിപ്പോൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ കസ്റ്റമേഴ്സ് കടയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പല സ്വഭാവത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഒക്കെ നമ്മളത് ഇതാക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെ റിയാക്ട് ചെയ്യാനും പാടില്ല. കാരണം ആ ഒരു സ്ഥാപനമല്ല. അപ്പോൾ ഇതേപോലുള്ള സ്ഥാപനത്തിൽ ഇതേപോലുള്ള വീഡിയോസിൽ റിയാക്ട് ചെയ്യാതെ വെക്കുക. സുജിന് ഇനിയിപ്പോൾ പറയണ്ടേ, ഞാൻ ഇനി വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല, അതിനും പൈസ ഉണ്ടാക്കാനൊന്നും താല്പര്യമില്ല. ഓക്കെ, അതന്നെ നല്ലത്. വെറുതെ ഇതിൻ്റെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല. കാരണം ആ റീച്ച് അത് കിട്ടണമെങ്കിൽ അത് ആ പെണ്ണുങ്ങളെ ഭാഗത്തേക്കേ കിട്ടുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യബോധം സുജിനൊന്ന് മനസ്സിലാക്കുക. അതിനിപ്പോൾ നമ്മൾ ആണുങ്ങളെ എത്ര സത്യം പറഞ്ഞു കഴിഞ്ഞാലും കഥല്ല, അത് അങ്ങനെ വരുള്ളൂ. റീച്ച് അങ്ങനെ പോവുള്ളൂ. എല്ലാവരുടെ കാര്യമല്ല കേട്ടോ, കുറച്ച് ആൾക്കാരെ കാര്യം. പക്ഷേ പൊതുവെ നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു, ഒരു പ്രശ്നമില്ല. പക്ഷേ നിലവിലെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. അപ്പോൾ സുജി ബ്രോന്ന് പറയാനുള്ളത് ഓക്കെ, എന്നാൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, സെറ്റ്.